ലോക കേരള സഭയ്ക്ക് നിയമസാധുത നൽകാൻ നീക്കം തുടങ്ങിയ സംസ്ഥാന സർക്കാർ നിയമസാധുത നൽകുന്നത് സർക്കാർ ഗൗരവമായി കാണുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. പ്രതിപക്ഷവുമായി ചർച്ച ചെയ്തായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. സഭയിലെ നിർദ്ദേശങ്ങൾ ഏകോപിപ്പിച്ച് സമർപ്പിക്കാൻ 15-അംഗ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും രൂപീകരിച്ചു. അതേസമയം ലോക കേരള സഭയ്ക്കെതിരെ വിമർശനവുമായി BJP രംഗത്തെത്തി. കുവൈറ്റ് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 1.5 ദിവസം വൈകിയാണ് ലോക കേരള സഭ ആരംഭിച്ചത്. ആഘോഷങ്ങൾ ഒഴിവാക്കി ചർച്ചയും സെമിനാറുകളും മാത്രമാണ് സഭയിൽ നടന്നത്. കുടിയേറ്റ തൊഴിലാളികളോടുള്ള സമീപനത്തിൽ മാറ്റം വരണമെന്ന് മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. വികസ്വര രാജ്യങ്ങളുടെ കൂട്ടായ്മ ഉണ്ടാക്കുകയാണ് പ്രധാനം. ലോക കേരള സഭയുടെ ആവശ്യമായി സംസ്ഥാന സർക്കാർ ഇക്കാര്യം കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോക കേരള സഭ നിലനിർത്താൻ നിയമപരിരക്ഷ ഉറപ്പാക്കുന്നത് ആലോചിക്കുന്നതായും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ഭാവിയിൽ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇത് നിന്നു പോവാതിരിക്കാൻ നിയമപരിരക്ഷ നൽകണമെന്നുള്ളതാണ് വന്ന നിർദ്ദേശം. ഈ കാര്യം ഗൗരവമായി തന്നെ എടുക്കുന്നതാണ്. ഇതിൽ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. ഇത് കേരളത്തിൻ്റെ പൊതുവായൊരു കാര്യമാണ്. ഇതിനൊന്നും സാധാരണഗതിയിൽ എതിർപ്പൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പ്രതിപക്ഷവുമായടക്കം ചർച്ച ചെയ്തുകൊണ്ട് തുടർ നടപടികളിലേക്ക് സർക്കാർ കടക്കുന്നതാണ്. ജനുവരിയിൽ കേരളത്തിൽ ആഗോള നിക്ഷേപ സംഗമം സംഘടിപ്പിക്കും. കേരള കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ വിദേശ രാജ്യങ്ങളിൽ സാംസ്കാരിക പരിപാടികൾ അവതരിപ്പിക്കും. ഇതിന്റെ ആദ്യ പരിപാടി അമേരിക്കയിലാണ് നടക്കുക. അതേസമയം ലോക കേരള സഭയ്ക്കെതിരെ വിമർശനവുമായി BJP രംഗത്തെത്തി. ലോക കേരള സഭയുടെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. 103 രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള പ്രതിനിധികളാണ് ലോക കേരള സഭയുടെ ഭാഗമായത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള 10 പ്രമേയങ്ങൾ പാസാക്കിയാണ് സഭ സമാപിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.